നമസ്കാരം. ചാംഹാർ തുറമുഖം ഇനി ഇന്ത്യയുടെ കൈകളിൽ. ഇതുമായി ബന്ധപ്പെട്ട ഇറാനുമായി സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഭാരതം. അടുത്ത 10 വർഷത്തേക്ക് തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യക്കാണ്. ഈ കരാർ പാകിസ്ഥാനും ചൈനയ്ക്കും അമേരിക്കയ്ക്കും കനത്ത തിരിച്ചടിയാണ്. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാളാണ് ഇറാനുമായുള്ള കരാർ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്. ചംഹാറിലെ റാഷിദ് ടെർമിനൽ 10 വർഷത്തേക്ക് ഇന്ത്യ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഇറാൻ ബന്ധത്തെയും പ്രാദേശിക ബന്ധത്തിന്റെയും ചരിത്ര നിമിഷമെന്നാണ് ഈ കരാറിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ ഇന്ത്യോ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും ഇറാന്റെ തുറമുഖങ്ങളും മാരിടൈം ഓർഗനൈസേഷനും തമ്മിലാണ് ഈ കരാർ ഒപ്പിട്ടത്. ഇതാദ്യമായാണ് ഇന്ത്യ വിദേശത്ത് ഒരു തുറമുഖം കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇറാനുമായുള്ള കരാറിൽ അമേരിക്ക അനുകൂലമായല്ല പ്രതികരിക്കുന്നത്. ഇറാനുമായി കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ മുന്നറിയിപ്പുമായി അമേരിക്ക എത്തി. ഇറാനുമായുള്ള വ്യാപാര ഇടപാടുകൾ പരിഗണിക്കുന്നവർ ഉപരോധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നും അമേരിക്ക വ്യക്തമാക്കി. ഈ കരാറിനായി കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ഇറാനിലേക്ക് തിരിച്ചിരുന്നു. പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഈ കരാർ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും മലേഷ്യയിലേക്കും വഴികൾ തുറക്കുന്നതാണ്. ചാബഹാർ തുറമുഖത്തെ ഷാഹിദ് ടെർമിനലിന്റെ പ്രവർത്തനം ഇന്ത്യ നേരത്തെ തന്നെ കൈകാര്യം ചെയ്തിരുന്നതാണ്. എന്നാൽ ഇതൊരു ഹ്രസ്വകാല കരാറായിരുന്നു. കാലാകാലങ്ങളായി അത് പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ 10 വർഷത്തേക്കുള്ള ദീർഘകാല കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചാബഹാർ സ്ഥിതി ചെയ്യുന്നിടത്ത് പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നുണ്ട്. പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ഗ്വാദാർ തുറമുഖത്തിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ ചൈന ഗ്വാദാർ തുറമുഖം നിർമ്മിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചാബഹാർ തുറമുഖത്തിന്റെ പ്രാധാന്യം യാന്ത്രികമായി വർദ്ധിച്ചു വന്നത്. ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യയുടെ നേരിട്ടുള്ള പ്രവേശനത്തിലുള്ള പ്രധാന മാർഗമാണ് ചാബഹാർ തുറമുഖം. പാകിസ്ഥാനെ മറികടന്ന് ഇറാനിലേക്കും മലേഷ്യയിലേക്കും എത്താൻ ഇന്ത്യക്ക് കഴിയുമെന്നതാണ് ചാബഹാർ തുറമുഖത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഈ കരാർ ചൈനയ്ക്കും പാകിസ്ഥാനും വൻ തിരിച്ചടിയാകുമെന്ന് നമുക്ക് വിലയിരുത്താം. പാകിസ്ഥാനിൽ ഗ്വാദാർ തുറമുഖം നിർമ്മിക്കുന്നത് ചൈനയാണ്. ഗ്വാദാർ തുറമുഖത്തിനും ചാബഹാർ തുറമുഖത്തിനും ഇടയിൽ റോഡ് മാർഗം 400 കിലോമീറ്റർ ദൂരമുണ്ട്. അതേസമയം കടലിലൂടെയുള്ള ഈ ദൂരം ഏകദേശം 100 കിലോമീറ്ററാണ്. ഗ്വാദാർ തുറമുഖം ചൈനയുടെ സാന്നിധ്യമുള്ളതിനാൽ ചാബഹാർ തുറമുഖം ഇന്ത്യക്ക് ഏറ്റവും വൻ ഗുണകരമായിരിക്കും. ഇന്ത്യയുടെ സാന്നിധ്യം ചൈനയുടെയും പാകിസ്ഥാന്റെയും അണിനിരക്കിൽ ശക്തമായ മറുപടി നൽകും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം ദീർഘകാലമായി നല്ലതല്ല. അമേരിക്കയെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് ഇറാൻ കണക്കാക്കുന്നത്. അമേരിക്ക ആകട്ടെ ഇറാനെ ഒരു ഭീഷണിയായാണ് കാണുന്നത്. ഇറാനെതിരെ അമേരിക്കയും നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനുമായി ഏതെങ്കിലും രാജ്യം കരാറുണ്ടാക്കിയാൽ അമേരിക്ക എതിർക്കുന്നതാണ് ഇതിനുള്ള ഏറ്റവും പ്രധാന കാരണം. അമേരിക്ക പ്രശ്നം സൃഷ്ടിച്ചാൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കുമെന്നാണ് ഇനി നമുക്ക് കാണേണ്ടത്. അമേരിക്ക ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിൽ വരെ ഇടപെടുന്നുണ്ട് എന്നത് നമുക്ക് ഓർക്കേണ്ടതാണ്.